യുറ്റായിലെ ഒരു പൊതുപ്രസംഗത്തിനിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലി കിർക്കിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുസ്മരിച്ചത് ഇപ്രകാരമായിരുന്നു. ചാർലി കിർക്ക് ഒരു വലിയ സുഹൃത്തായിരുന്നു. 2 ആഴ്ച മുമ്പ് അദ്ദേഹവുമായി സംസാരിക്കുകയും ഇസ്രായേൽ സന്ദർശിക്കാൻ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സന്ദർശനം ഇനി നടക്കില്ല. സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടി അദ്ദേഹം വീണു എന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ മഹത്തായ സുഹൃത്ത് ഒരാളെ നമ്മൾ നഷ്ടപ്പെടുത്തി. കുടുംബത്തിനും മക്കൾക്കും അനുശോചനങ്ങൾ എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് കുറിച്ചു. അമീർ ഒഹാന, ഇതാമർ ബെൻ ഗിർ, മിരി റോഗേവ്, ജെന്നി ഗാൻഡസ് ഉൾപ്പെടെയുള്ള നിരവധി ഇസ്രായേൽ നേതാക്കൾ കിർക്കിന്റെ വധത്തെ ജനാധിപത്യത്തിനെതിരായ രാഷ്ട്രീയ ആക്രമണം എന്ന് വിശേഷിപ്പിച്ചു. ഒപ്പം അമേരിക്കയിലെ പ്രമുഖ ജൂത സംഘടനകളും അനുശോചനങ്ങൾ രേഖപ്പെടുത്തി. രാഷ്ട്രീയ അതിക്രമത്തിന് ജനാധിപത്യത്തിൽ സ്ഥാനമില്ല. അമേരിക്കൻ ജൂത സമൂഹം വലിയൊരു സുഹൃത്തിനെ നഷ്ടപ്പെടുത്തിയെന്നാണ് അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. സംഭവത്തിൽ അമേരിക്കൻ നേതാക്കളും ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. യൂട്ട ഗവർണർ സ്പെൻസർ കോക്സ് സംഭവം രാഷ്ട്രീയവധം ആണെന്ന് വ്യക്തമാക്കിയപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് മഹാനായ യുവജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായിരുന്ന കിർക്ക് ഇനി നമ്മോടൊപ്പം ഇല്ല എന്നായിരുന്നു. അതോടൊപ്പം മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ബറാക് ഒബാമ, കമലാ ഹാരിസ് എന്നിവർ രാഷ്ട്രീയ അതിക്രമത്തിന് അമേരിക്കയിൽ സ്ഥാനമില്ല എന്ന് പ്രതികരിച്ചു. കിർക്ക് വധത്തിൽ ലോക നേതാക്കളും ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, അർജന്റീന പ്രസിഡന്റ് ജാവിയർ മെലൈ, റഷ്യൻ നേതാവ് ദിമിത്രി മെമെദോവ് എന്നിവർ സംഭവത്തിൽ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തി. അതേസമയം സ്വാതന്ത്ര്യത്തിനും വിശ്വാസത്തിനും വേണ്ടി പോരാടിയ ചാർലി കിർക്കിന്റെ മരണം ലോക ജനാധിപത്യത്തിനുമേൽ വലിയൊരു ആക്രമണമായി ലോകം വിലയിരുത്തുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.